നമസ്കാരം. നേഹ ബോറ എന്നുള്ള പേര് സമീപകാലത്തായിട്ട് വളരെ പ്രചാരം നേടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ. പിന്നെ ഇടതുപക്ഷ ചായ്വുള്ള മാധ്യമങ്ങൾ വളരെയധികം പ്രാമുഖ്യം നൽകുവാൻ ശ്രമിക്കുന്നൊരു പേരുമാണ്. നേഹ ബോറയുടെ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ ഐസ, അതായത് CPI-ML, മാർക്സിസ്റ്റ് ലെനിൻ എന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗം. ഈ പാർട്ടിയൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കനലൊരു തരിയേക്കാളും കഷ്ടമായിട്ടുള്ളൊരു കനലൊരു തരിയാണ്, അത്രയും അറിയുക. പക്ഷേ ഐസയ്ക്ക് JNU പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സർവകലാശാലകളിൽ ശക്തമായ സാന്നിധ്യമുണ്ട് കാലങ്ങളായി. അതാണ് അവരുടെ ഒരു ആവാസ വ്യവസ്ഥ. അതുപോലെ തന്നെ ഈ CPI-MLന് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സാന്നിധ്യം ഇല്ലെങ്കിലും, ജനങ്ങളുടെ ഇടയിലൊരു സമ്മതിയില്ലെങ്കിലും, ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അത്യാവശ്യം കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുവാനും തൊഴിലിടങ്ങൾ പൂട്ടിക്കുവാനും തക്കതായിട്ടുള്ള ശക്തിയുണ്ട്. അതിൻ്റെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ഐസ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ദേശീയ അധ്യക്ഷയാണ്, ദേശീയ പ്രസിഡന്റ്, നാഷണൽ പ്രസിഡൻ്റാണ് നേഹ ബോറ. നേഹ ബോറ സമീപകാലത്ത് പ്രസിദ്ധിയിലേക്കോ കുപ്രസിദ്ധിയിലേക്കോ, അത് ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുള്ളതനുസരിച്ചിരിക്കും, ഏത് പക്ഷക്കാരോടാണ് ചോദിക്കുന്നതെന്നുള്ളതനുസരിച്ചിരിക്കും പ്രസിദ്ധയാണോ കുപ്രസിദ്ധയാണോ എന്നുള്ള ഉത്തരം. സമീപകാലത്ത് ചർച്ചകളിലേക്ക് വന്നത് പാറ്റകളുടെ സമരത്തിന് 23 ദിവസം നീണ്ട നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു എന്നുള്ള ഒരു അവകാശവാദത്തോടു കൂടിയാണ്. അവകാശവാദമെന്ന് ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് 23 ദിവസം കൃത്യമായിട്ട് നേഹ ബോറ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ 2 സുഹൃത്തുക്കൾ ഇടവും വലവും നിന്ന് ഒന്നുകിൽ അവരെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ വീൽ ചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടുവരും. ഇതല്ലാതെ അവരുടേതായിട്ടുള്ള നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നതിൻ്റെ യാതൊരു ദൃശ്യവും. സോനം വാങ്ചുക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ദില്ലി പോലീസ് അവിടെ ക്യാമറ വെച്ചിരുന്നത് കൊണ്ട് അത് കൃത്യമായി തന്നെ കുറേ ദിവസങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നു ആ മനുഷ്യന്. നേഹ ബോറയുടെ കാര്യത്തിൽ അതുപോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് ബോധ്യപ്പെട്ട ഒരു സ്ഥലത്ത് അവർ കിടന്നു, അവരുടെ പാർട്ടിയുടെ സുരക്ഷാ വലയമുള്ളൊരു സ്ഥലത്ത് അവർ നിരാഹാരം കിടന്നു എന്ന് അവകാശപ്പെട്ടു. പക്ഷേ അതേപോലെ തന്നെ പകൽ നിരാഹാരം കിടന്ന് 23 ദിവസങ്ങളായി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ, വീൽ ചെയറിലാണ് ഞാൻ വരുന്നത് എന്ന് അവകാശപ്പെടുന്ന നേഹ ബോറ രാത്രി ക്യാമ്പ് ഫയർ പോലുള്ളൊരു സംവിധാനത്തിൻ്റെ ചുറ്റും കിടന്ന് ഒരു ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നിരുന്നു. ആ വീഡിയോ ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. അവരെ വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ടുവരുന്ന ചിത്രങ്ങളും ഡാൻസ് ചെയ്യുന്ന വീഡിയോയും പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഒന്ന് കണ്ടിട്ട് വരും. കണ്ടല്ലോ, ഇതാണ് അവരുടെ ഒരു പശ്ചാത്തലം, അവരുടെ ഒരു രാഷ്ട്രീയ പ്രതിബദ്ധത, രാഷ്ട്രമീമാംസ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നേഹ ബോറയെ ചർച്ചയ്ക്കെടുക്കുവാനുള്ള കാര്യം അവരെ കൂടുതൽ പ്രശസ്തയാക്കുക എന്നുള്ളതല്ല. അവരുടെ ഒരു വീഡിയോ സമീപ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം നേടുന്നുണ്ട്. അതിലവർ പറയുന്നത് അവരൊരു പട്ടാളക്കാരൻ്റെ മകളാണ്, ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ മകളാണ്. അവരുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം പറഞ്ഞാൽ കൃത്യമായിട്ടിത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മാത്രം അവരുടെ പിതാവിൻ്റെ പേരോ മാതാവിൻ്റെ പേരോ, സഹോദരങ്ങൾ 5 സഹോദരങ്ങളുണ്ട്, അവരുടെ പേരുകളോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. ആസാംകാരിയാണ് നേഹ ബോറ എന്ന് മാത്രം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു, ആ വിവരം മാത്രം പങ്കുവയ്ക്കുന്നു. കാരണം വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ അവരുടെ കുടുംബത്തിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല, നേഹ ബോറ തന്നെ പറയുന്നത് വിവരങ്ങളനുസരിച്ച് 12 വർഷങ്ങളായി അവർക്ക് അവരുടെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. 12 വർഷങ്ങളെന്ന് പറയുമ്പോൾ ഇത് 2026 പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ 2014 മുതൽ അവർക്ക് അവരുടെ കുടുംബവുമായി ഒരു ബന്ധവുമില്ല. JNUവിലെ ആർട്ട് ആൻഡ് എസ്തറ്റിക്സ് വിഷയത്തിൽ PhD വിദ്യാർത്ഥിനിയാണ് നേഹ ബോറ. 25 വയസ്സാണ് അവർ ഔദ്യോഗികമായി പറയുന്ന പ്രായം. 12 വർഷങ്ങളായി അവർക്ക് കുടുംബവുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ 13-ാം വയസ്സ് മുതൽ അവർ കുടുംബത്തിൽ നിന്ന് അകന്ന് താമസിക്കുകയാണ് എന്ന് വേണം കരുതുവാൻ. ഈ വിവരമൊന്നും, ഈ പർട്ടിക്കുലർ ഏജ്, ഈ പ്രത്യേകമായിട്ട് അവരുടെ ഒരു പ്രായം, ഈ 12 വർഷങ്ങൾ എന്നുള്ളൊരു കാലഘടന ഒന്ന് ഓർത്ത് വെച്ചോളൂ. മുന്നോട്ട് പോകുമ്പോൾ അത് പ്രസക്തമാകും. അപ്പോൾ 12 വർഷങ്ങളായി അവരുടെ കുടുംബവുമായി അവർക്ക് ബന്ധമൊന്നുമില്ല. അതിനെ അവർ കാരണമായി പറയുന്നത് അവർ ഈ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ
പിതാവിന് അവരോടൊരു അതൃപ്തിയുണ്ട്. അദ്ദേഹം അത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ദേശദ്രോഹികളാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പട്ടാളക്കാരനാണ്. തന്നെയുമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശദ്രോഹത്തിൻ്റെ സിദ്ധാന്തം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ലെനിൻ, CPIM അല്ല എന്നൊക്കെ പറയുമെങ്കിലും തത്വത്തിൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന വിശ്വാസങ്ങൾ ഒന്ന് തന്നെയാണ്. അവർ ഒരിക്കലും ഭാരതത്തെ സ്വന്തം മാതൃരാജ്യമായി അംഗീകരിക്കുന്നില്ല. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പോലും ഇവരൊക്കെ അംഗീകരിക്കുവാൻ കുറേ കാലം വേണ്ടി വന്നിരുന്നു. ഓഗസ്റ്റ് 15 ഏറെക്കാലം ഇവരെല്ലാം കരിദിനമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത് എന്നുള്ളത് അവരുടെ പിതാവിന് വ്യക്തമായിട്ടറിയാം. സൈനികന് രാഷ്ട്രീയമില്ലെങ്കിൽ പോലും ദേശദ്രോഹികളുമായിട്ട് ഒത്തുചേരുന്നൊരു മകൾ ഉണ്ടാവുക എന്നുള്ളത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരോട് എന്നാണ് അവർ പറയുന്നത്. അവരുടെ തന്നെ വാക്കുകളാണ്. ആ വീഡിയോയും ഒന്ന് കാണിക്കാൻ ഞാൻ പ്രേക്ഷകരെ ഒന്ന് കണ്ടു നോക്കൂ. जैसे जब मेरे फैमिली को पहली बार पता चलता है कि मैं लेफ्ट के किसी संगठन से जुड़ी हूँ, तो मेरे फादर तो फौज में है, तो वो मुझे सबसे पहला एग्जाम्पल यही देते हैं कि हमारे लोगों को मारा जाता है और तुम्हारे ही लोग मारते हैं, तुम इनके साथ कैसे जा सकती हो, बहुत कुछ रहता है। मेरे फादर ने मुझसे 10 साल से बात नहीं की है इसी वजह से, क्योंकि मैं इस पॉलिटिक्स से जुड़ी हुई हूँ। और अगर मैं इस पॉलिटिक्स से नहीं भी जुड़ी हुई रहती, मान लीजिए लेफ्ट पॉलिटिक्स से जुड़े रहना इस देश में अपने आप में प्रोग्रेसिव सेक्शन में भी, लिबरल सेक्शन में भी एक अलग मार्जिनलाइजेशन है। अगर आप लेफ्ट से जुड़े हुए हैं तो आप देशद्रोही हैं, बहुत सिंपल सी बात है। वो व्यक्ति जो आज कॉन्स्टिट्यूशन और डेमोक्रेसी की भी बात कर रहे हैं, वो व्यक्ति भी और वो सत्ता पक्ष के लोग भी लेफ्ट को हमेशा से ये मानते रहे हैं कि उनकी जगह जेल में है, ऐसा मानते रहे हैं। और वो मान लीजिए सोशल जस्टिस के सेक्शंस का हो गया या बाकी जो बूर्जुआ डेमोक्रेटिक पार्टीज हैं उनका सेक्शन। ആ വീഡിയോയിൽ ഇതാണ് നമ്മുടെ പ്രധാന വിഷയം. അവർക്ക് 12 വർഷങ്ങളായി സ്വന്തം കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ പിതാവ് അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം രാജ്യദ്രോഹികളുടേതാണ്, ദേശവിരുദ്ധരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുടുംബവുമായിട്ട് ബന്ധമില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 13 വയസ്സെന്ന അവരുടെ പ്രായം പ്രസക്തമാകുന്നത്. 13-ാം വയസ്സ് മുതൽ അവർക്ക് സ്വന്തം കുടുംബവുമായി ബന്ധമില്ല എങ്കിൽ അവർക്ക് ഇപ്പോൾ ജീവിക്കുന്ന ഏതാണ്ടൊരു ആധുനിക യുഗത്തിലെ അല്ലെങ്കിൽ അരുന്ധതി റോയ് ആകാനാണ് അവരുടെ ഒരു ശ്രമം എന്നുള്ളത് അവരുടെ ഒരു വേഷഭൂഷാദികളും ഭാവവും കണ്ടാൽ വ്യക്തമാണ്. അത്തരത്തിലുള്ള ഞാനാണ് ഏറ്റവും അരുന്ധതി റോയ് 2.0 എന്നുള്ള രീതിയിലാണ് അവർ സ്വയം അവതരിപ്പിക്കുന്നത് സമൂഹങ്ങൾ. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് വരുന്നു? ഒന്നാമത്തെ ചോദ്യം. അവരുടെ പാർട്ടി അവരെ സ്ഥിരമായിട്ട് ഇങ്ങനെ സാമ്പത്തികമായി പിന്താങ്ങുന്നുണ്ടെങ്കിൽ 13-ാം വയസ്സ് മുതൽ അത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അന്വേഷണ വിധേയമാകേണ്ടതാണ്. കാലക്രമത്തിൽ അത് അന്വേഷണ വിധേയമാവുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു വിഷയം അവരുടെ സുഹൃത്തുക്കളാണ്. അവരുടെ സുഹൃത്തുക്കളിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ഹമീദ് എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്. അത് അവരുടെ സുഹൃത്താണോ, ഒരു കാഷ്വൽ ബോയ് ഫ്രണ്ടാണോ, അതിനപ്പുറത്തേക്കുള്ള സീരിയസ് ബോയ് ഫ്രണ്ടാണോ, ഇതൊന്നും അറിയേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ ഹമീദിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ 2008 മുതൽ 2008 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 18 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബാട്ട്ല ഹൗസിൽ കൊല്ലപ്പെട്ട ഭീകരവാദികൾക്ക് ന്യായം വേണം, നീതി വേണം, മറ്റെന്തൊക്കെയോ വേണം, ഹൂറികളെ കൊടുക്കണം എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് തെരുവുകളിൽ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഹമീദ് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസവും അപ്പോൾ ഒന്ന് കണക്കാക്കുക. ഹമീദ് നേഹ ബോറയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എത്ര കാലമായി എന്നുള്ളതും സാധാരണഗതിയിൽ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ 13-ാം വയസ്സ് മുതൽ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് അവർ തന്നെ പറയുന്ന ഒരു വ്യക്തിയെ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സുഹൃത്തുക്കളെ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു ബാധ്യത നിയമത്തിനുണ്ട്. കാരണം ഇവിടെയാണ് ഗ്രൂമിങ് എന്ന വിഷയം വരുന്നത്. ആ വിഷയം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? കാരണം ഇപ്പോൾ നേഹ ബോറയ്ക്ക് പ്രായപൂർത്തിയായതുകൊണ്ട് അത്തരത്തിലൊരു അന്വേഷണത്തിന് പോലും നിയമപരമായിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിക്കും. പക്ഷേ ആ വിവരം സമൂഹം അന്വേഷിച്ചേ മതിയാവുകയുള്ളൂ. ഇത്തരത്തിൽ തന്നെയാണ് ഗ്രൂമിങ് ഗ്യാങ്ങുകളും പെൺകുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ചെറുപ്രായത്തിലേ തന്നെ അവരുമായി ബന്ധം പുലർത്തി അവർക്ക് ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിന് വ്യതിയാനമുണ്ടാകുന്നു, മാനസികമായിട്ട് അവരൊരു റിബല്യസ് അവസ്ഥയിലേക്കൊരു എല്ലാത്തിനെയും എതിർക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നു. ആ അവസരങ്ങളെ മുതലെടുത്തുകൊണ്ട് ജിഹാദികൾ കൃത്യമായിട്ട് ശാസ്ത്രീയമായ പഠനത്തോടു കൂടിയാണ് അവർ ഈ പണിക്കിറങ്ങുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ലണ്ടനിലായാലും ശരി, ഇവിടെ ഈരാറ്റുപേട്ടയിലായാലും ശരി, ഇരവിപുരത്തായാലും ശരി, ഡൽഹിയിൽ കൊണാട്ട് പ്ലേസിലായാലും ശരി, ഇവിടെയെല്ലാം അവർ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ഥിരം പ്ലേ ബുക്കുമായിട്ടാണ്. അത് എല്ലാവരും കൂടി ഏതെങ്കിലും ഒരു മൗലാനയും ഒസാമ ബിൻ ലാദനും സാക്കിർ നായിക്കും എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന വട്ടമേശ സമ്മേളനത്തിൽ തയ്യാറാക്കിയ ഒരു രൂപരേഖയൊന്നുമല്ല. അടിസ്ഥാനപരമായിട്ട് അവരുടെ മതപഠനത്തിൻ്റെ ഒരു രീതി അതാണ്.
മതപഠനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവർ മനഃശാസ്ത്രവും ശാസ്ത്രവും എല്ലാം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും. പലപ്പോഴും രാസവസ്തുക്കൾ പോലും മരുന്നുകൾ പോലും അവരിതിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലണ്ടനിൽ നിന്നും മറ്റ് പല ഇത്തരത്തിലുള്ള കേസുകൾ പിടിക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും വ്യക്തമായ കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും നേഹ ബോറയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് അന്വേഷണ ഏജൻസികളുടെ ബാധ്യതയാണ്. പക്ഷേ ഇവിടെ പ്രസക്തമായ വിഷയം 13-ാം വയസ്സ് മുതൽ കുടുംബവുമായി അകന്നു കഴിയുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കപടതയും ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയ ചായ്വും ആ പെൺകുട്ടിയുടെ പിന്നിലുള്ള ശക്തികളുമാണ്. അത് അന്വേഷണത്തിന് വിധേയമായേ മതിയാവുകയുള്ളൂ. കേന്ദ്ര സർക്കാർ എന്തായാലും വിഷയം വളരെ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ 23 ദിവസത്തെ നിരാഹാരം എന്നുള്ള ഒരു കള്ളം പരാജയപ്പെട്ടു അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ കൃത്യമായിട്ട് ഇടത് ആവാസ വ്യവസ്ഥയോട് ചായ്വുള്ള സാധാരണ പ്രാദേശിക മാധ്യമങ്ങൾ തുടങ്ങി പടിപടിയായി നേഹ ബോറ ഇൻ്റർവ്യൂകളുമായി കറങ്ങി നടക്കുന്നുണ്ട്, അഭിമുഖങ്ങളുമായി കറങ്ങി നടക്കുന്നുണ്ട്. ഒടുവിൽ അത് BBC-യിൽ എത്തിച്ചേരും. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും നമ്മുടെ സൈന്യത്തെയും അധിക്ഷേപിച്ചൊരു പെൺകുട്ടിയെ ഇരവാദ കാട് നെഞ്ചത്ത് കുത്തിവെച്ച് നമ്മുടെ മുമ്പിൽ BBC അവതരിപ്പിച്ചതുപോലെ BBC, പ്രത്യേകിച്ച് BBC ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായും ജിഹാദികളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള അതിൻ്റെ അവതാരകരായാലും ഷോയുടെ ഓരോ സെഗ്മെൻറ്റിൻ്റെയും പ്രൊഡ്യൂസറായാലും നിർമ്മാതാക്കളായാലും ക്യാമറാമാനായാലും എഡിറ്ററായാലും എല്ലാവരും കൃത്യമായിട്ട് ഭാരതത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ജിഹാദികൾ തന്നെയാണ്. BBC അല്ലെങ്കിൽ തന്നെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ജിഹാദികൾ നിയന്ത്രിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഏറെക്കാലമായി ശക്തമാണ്. അതിൽ വസ്തുതയുണ്ട് താനും. അത്തരത്തിലുള്ള BBC-യിലെത്തി നേഹ ബോറ രാഷ്ട്രീയ താരമായി ഉയർന്നു എന്ന് ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് പ്രഖ്യാപിക്കുമായിരിക്കും. ജോൺ ബ്രിട്ടാസ് അവരോടൊപ്പം നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നേഹ ബോറയെ ആക്രമിക്കുന്ന ട്രോളന്മാർക്കെതിരെ ജോൺ ബ്രിട്ടാസ് MP ആഞ്ഞടിച്ചു, ചാടിച്ചവിട്ടി. തമ്പിദുരയുടെ അടുത്ത് ഇതുവരെ സമാധാനം പറഞ്ഞിട്ടില്ല എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തമ്പിദുരയുടെ വിഷയം എന്താണെന്ന് തത്വമൈ ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. ഓട്ടപ്രദർശനം, മിനിഞ്ഞാന്നുള്ള ഓട്ടപ്രദർശനം ഒന്ന് കാണുക പ്രേക്ഷകർ. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നേഹ ബോറയിലേക്ക് തിരികെ എത്തിയാൽ നേഹ ബോറ ഒരു വിശിഷ്ട വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വമോ അല്ല, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസവുമല്ല. ഇത്തരത്തിലുള്ള പൊട്ടൻഷ്യൽ അരുന്ധതി റോയ്മാർ അല്ലെങ്കിൽ വാണബി അരുന്ധതി റോയ് ആകാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിജീവികൾ, സോക്കോൾഡ് ബുദ്ധിജീവികൾ, ഞങ്ങൾ വളരെ ഹൈ IQ ഉള്ള ആളുകളാണ് എന്നൊരു EMS സിൻഡ്രോം ഉണ്ടല്ലോ. EMSൻ്റെ ഒരു രീതി പഴയകാലമാണ്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് EMSൻ്റെ ഈ ഒരു ബുദ്ധിജീവി തോന്നലുകൾ നമുക്ക് പിന്നീടൊരിക്കൽ ചർച്ച ചെയ്യാം. പക്ഷേ അതിനെ തൽക്കാലം നമുക്ക് EMS സിൻഡ്രോം എന്ന് വിളിക്കാം. EMS സിൻഡ്രോമുള്ള അല്ലെങ്കിൽ അരുന്ധതി റോയ് സിൻഡ്രോം എന്ന് വേണമെങ്കിൽ വിളിക്കാം, ആധുനിക കാലത്ത് ഉള്ളവർക്ക് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടി. ആ സിൻഡ്രോമുള്ള വ്യക്തികൾ ഇടതാവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് വെറുതെയല്ല. നേഹ ബോറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ മേൽത്തട്ടിലുള്ള താഴെത്തട്ടിൽ വെറുതെ തല്ലുകൊണ്ട് ജീവിതം പാഴാക്കാൻ നടക്കുന്ന മണ്ടൻ സഖാക്കളുടെ കാര്യമല്ല. നേഹ ബോറയെ പോലുള്ളവരുടെ കരിയർ പാത്ത്, അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിതമാർഗം വളരെ വ്യക്തമാണ്. ഒരു 25-30 വയസ്സ് വരെ വിദ്യാർത്ഥിനി എന്നുള്ള വ്യാജേന JNUവിൽ തുടരുക. ഇപ്പോഴുള്ള ഒരു പുനർക്രമീകരണം JNUവിൽ നടക്കുന്നതിന് മുമ്പ് 30 വയസ്സ് കഴിയുമ്പോൾ അവരുടെ തീസീസ് ആരെങ്കിലും എഴുതി കൊടുക്കും. അത് JNU സ്വീകരിച്ച് അവർക്ക് ഡോക്ടറേറ്റ് നൽകും. അതിനുശേഷം BBC പോലുള്ള ഏതെങ്കിലും മാധ്യമങ്ങളിൽ സ്ഥിരമായി അഭിമുഖങ്ങൾ നൽകി ഈ രാജ്യത്തുള്ള സകല കുഴപ്പങ്ങളിലും ചെന്ന് തലയിട്ട് ആ കുഴപ്പങ്ങളിലെരുതിയിൽ എണ്ണയൊഴിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ചെയ്ത് ഒടുവിൽ ഏതെങ്കിലും ഒരു 2 പുസ്തകം തട്ടിക്കൂട്ടി ബുക്കർ പ്രൈസോ മറ്റെന്തെങ്കിലും അന്താരാഷ്ട്ര സമ്മാനങ്ങളോ അല്ലെങ്കിൽ മാധ്യമ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ രമൺ മാഗ്സസെ അവാർഡോ പുലിസ്റ്റർ പ്രൈസോ തന്നെ നേടിയെടുത്ത് ഒടുവിൽ ഇന്ത്യയിൽ സാമൂഹ്യ പ്രവർത്തകയായി അലഞ്ഞു നടക്കുക. ഇപ്പോൾ അരുന്ധതി റോയ് അലഞ്ഞു നടക്കുന്നത് പോലെ. അതുതന്നെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിതമാർഗം. ആ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് അവർ 23 ദിവസത്തെ നിരാഹാരം എന്നുള്ള കള്ളം പ്രചരിപ്പിക്കുന്നത്. ഈ സ്വന്തം കുടുംബവുമായി അകന്നു കഴിയുകയാണെന്നുള്ള കഥന പ്രചരിപ്പിക്കുന്നത്. അവരുടെ കുടുംബവുമായി അവർ അകന്നു കഴിയുക തന്നെയായിരിക്കും. കാരണം അവരെ പറയുന്നത് പോലെ അവരുടെ കുടുംബത്തിൽ അവരുടെ പശ്ചാത്തലം അവർ പറയുന്നത് ഏതാണ്ട് കുറേയൊക്കെ സത്യമാണ്. അതിൽ കുറച്ച് കള്ളങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും അവരുടെ പിതാവ് ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്, സൈനിക ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണെന്നുള്ള കാര്യത്തിലും നമുക്കിപ്പോൾ തൽക്കാലം സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സ്വന്തം മകളെ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും.
പക്ഷേ നേഹാ ബോറയെ പോലുള്ളവരോട് പറയുവാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അവരോടൊന്നും പറയാനില്ല. പറയാനുള്ളത് പ്രേക്ഷകരോടും ഇനി വളർന്നു വരുന്ന ഇവരെ ഏതെങ്കിലും ഒരു തരത്തിൽ മാതൃകയാക്കി പോകുന്ന, കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരുടെ സ്വാധീനം അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു മാതൃകാ പുരുഷനോ പുരുഷിയോ സ്ത്രീയോ ആയി കാണുന്ന പുതുതലമുറയോടാണ് ഇവരുടെ ആശയങ്ങൾ എന്താണെന്ന് ഇവർ ഒരിടത്തും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കില്ല. ഇവരെന്ത് തത്വത്തിലാണ് വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്കറിയാമല്ലോ. ഇടതുപക്ഷ തത്വത്തിൽ വിശ്വസിച്ചാൽ ഇപ്പോൾ ഈ ലിബറൽ എന്ന് പറയുന്ന വ്യക്തികളിൽ തന്നെ എതിർപ്പുകളുണ്ടാകും. ഇതൊക്കെ അവർ ആ വീഡിയോയിൽ പറയുന്നതാണ്, ഞാൻ നിങ്ങളെ അവസാനം കാണിച്ച വീഡിയോയിൽ പറയുന്നതാണ്. പക്ഷേ അപ്പോഴും അവരുടെ തത്വശാസ്ത്രം എന്താണ്, അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയം മേലോട്ടമായിട്ട് ചിലപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയും. എന്താണ് അതിൻ്റെ തത്വശാസ്ത്രം? കോൺഗ്രസ്സിനായിരുന്നെങ്കിൽ കുറേ കാലം ഗരീബി ഹട്ടാവോ ഉണ്ടായിരുന്നു. BJPയുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സബ്കാ സാത്ത് സബ്കാ വികാസ്, സംസ്ഥാനങ്ങളെ എടുത്തു തന്നെ വികസിത് കേരൾ വികസിത് ഭാരത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളുണ്ട്. തെലുങ്ക് ദേശം പാർട്ടിക്ക് പോലും പ്രാദേശിക പാർട്ടികൾക്ക് പോലും എനിക്ക് രാഷ്ട്രീയപരമായി വളരെയധികം എതിർപ്പുള്ള DMKക്ക് പോലും ദ്രാവിഡ നാട്, തമിഴ് വെല്ലും തുടങ്ങിയ ആശയങ്ങളുണ്ട്. അത് പ്രാവർത്തികമാകുമോ ഇല്ലയോ, എത്രത്തോളം അതിൽ സത്യസന്ധതയുണ്ടെന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അനുസരിച്ചിരിക്കും. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തേണ്ട കാര്യം. പക്ഷേ ഇത്തരത്തിലുള്ള നേഹാ ബോറമാർക്ക് യാതൊരു അടിസ്ഥാനമുള്ള തത്വശാസ്ത്രങ്ങളുമില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന തത്വശാസ്ത്രങ്ങൾക്ക് അടിത്തറയുമില്ല. അത്തരത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ മേൽത്തട്ടിലുള്ള ഈ ഐസയുടെയൊക്കെ ദേശീയ അധ്യക്ഷയാകുക എന്ന് പറയുന്നത് വലിയൊരു പദവിയായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ അതൊരു ചവിട്ടുപടി കൂടിയാണെന്നുള്ളത് അവർക്ക് വ്യക്തമായി തിരിച്ചറിയാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ജീവിതമാർഗം തിരഞ്ഞെടുക്കുവാനായിട്ട് BBC മാധ്യമപ്രവർത്തകയാണെങ്കിൽ പുലിസ്റ്റർ പ്രൈസ് വരെ, ഏറ്റവും ചുരുങ്ങിയത് രമൺ മാഗ്സസെ പുരസ്കാരം വരെ, അല്ലെങ്കിൽ ബുക്കർ പ്രൈസ്, പുസ്തകമെഴുതി ബുക്കർ പ്രൈസ്. അരുന്ധതി റോയ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അത് തന്നെ ഒരു ചവർ പുസ്തകമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിനുശേഷം അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഏത് ബുക്ക് എഴുതിയിട്ടുണ്ട്, പുസ്തകം എഴുതിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇപ്പോൾ അടുത്തതായിട്ട് മാതാവിൻ്റെ ഓർമ്മകളുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം മേരി റോയ് എന്ന വ്യക്തി ഏറ്റവും ചുരുങ്ങിയത് ക്രിസ്ത്യൻ വനിതകളുടെ അവകാശത്തിന് വേണ്ടി പോരാടി കോടതിയിൽ വിജയം നേടിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് വീണ്ടും ചൂഷണം ചെയ്യാനാണോ എന്നറിയില്ല, അവരുടെ ഓർമ്മക്കുറിപ്പുമായി വന്നിട്ടുണ്ട്. മദർ മേരി കംസ് ടു മീ എന്നുള്ളൊരു പുസ്തകവുമായിട്ട്. അത് തന്നെ വളരെ വികലമായിട്ടോ അല്ലെങ്കിൽ വളരെ ദുർബലമായ ഭാഷയിൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണെന്നാണ് വീണ്ടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതെല്ലാം വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, ഞാൻ ഏത് ചവറും വായിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ വ്യക്തിപരമായിട്ട്. തിരികെ നേഹാ ബോറയിലേക്ക് വന്നാൽ വീണ്ടും പറയുന്നു, നേഹാ ബോറ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമോ അല്ലെങ്കിൽ 1000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉരുവാകുന്നൊരു വാൽ നക്ഷത്രമോ അല്ല. ഇത് ഒരു രോഗലക്ഷണമാണ്. ഈ രോഗലക്ഷണത്തെ സ്വയം തിരിച്ചറിയുക ഇപ്പോഴത്തെ തലമുറ. രക്ഷിതാക്കളുടെ കാര്യവും അങ്ങനെ തന്നെ. കാരണം അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല. അവിടെ മാത്രമാണ് എനിക്ക് നേഹാ ബോറയുടെ പിതാവിനോടൊരു എതിർപ്പുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിൻ്റെ പണത്തിൽ ഉണ്ടുറങ്ങി ജീവിച്ചിട്ട് അദ്ദേഹത്തിന് ദിവസവും കാണേണ്ടി വരും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധയായ ഒരു മകളെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ക്യാച്ച് ദം യങ് എന്ന് പറയുന്നത് പോലെ 13-ാം വയസ്സിൽ ഏതെങ്കിലും ജിഹാദിയുടെ ഗ്രൂമിങ് ടാർഗറ്റായി അല്ലെങ്കിൽ ഒരു ലക്ഷ്യമായി മാറുവാൻ നമ്മുടെ മക്കളെ അനുവദിക്കാതെ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുക. അല്ലെങ്കിൽ നേഹാ ബോറമാരായി നമ്മുടെ കുട്ടികൾ മാറുന്നത് നിസ്സഹായരായി നാം കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകും. തൽക്കാലം ഈ വിഷയത്തിൽ ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.